നിയമങ്ങളില്ലാത്ത ഫുട്ബോൾ മാച്ചിനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. ഓരോരുത്തരും സ്വന്തം ഇഷ്ടം പോലെ കളിക്കും. അതുപോലെ തന്നെയാണ് നിയമങ്ങളില്ലാതെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് നടത്തുന്നത്. ഇത് തടയാൻ വേണ്ടി യുണൈറ്റഡ് സ്റ്റേറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് US GAAP അല്ലെങ്കിൽ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്. US കമ്പനീസ് ഫോളോ ചെയ്യുന്ന സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആണ് US GAAP ഉള്ളത്. അതായത് ഇന്ത്യൻ കമ്പനീസിന് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് പോലെയാണ് US കമ്പനീസിന് US GAAP. ഇൻകം സ്റ്റേറ്റ്മെന്റ്, ബാലൻസ് ഷീറ്റ് പോലെയുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയുള്ള ഗൈഡ് ലൈൻസ് ആണ് US GAAPൽ പറയുന്നത്. ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിന്റെ കൺസിസ്റ്റൻസിയും ട്രാൻസ്പെറൻസിയും ഉറപ്പുവരുത്താനും ഡിഫറെൻറ്റ് ബിസിനസ്സുമായി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കമ്പാരിസൺ ഈസി ആക്കാനും വേണ്ടിയാണ് US കമ്പനീസ് US GAAP ഫോളോ ചെയ്യുന്നത്. US GAAPന്റെ കീ എലമെന്റ്സിൽ വരുന്നതാണ് റവന്യൂ റെക്കഗ്നിഷൻ, ട്രാൻസ്പെറൻസി, കൺസിസ്റ്റൻസി, കൺസർവേറ്റിസം, അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്സ് തുടങ്ങിയവയെല്ലാം. US സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള പബ്ലിക് കമ്പനീസ് ലൈക്ക് ടെസ്ല, ആപ്പിൾ, മൈക്രോസോഫ്റ്റ് തുടങ്ങിയ കമ്പനികളും അതുപോലെ US പ്രൈവറ്റ് കമ്പനീസ്, US സബ്സിഡിയറീസ് ഇവക്കൊക്കെയാണ് US GAAP ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. US കമ്പനീസിനാണ് US GAAP ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഇതുപോലെ മറ്റു രാജ്യങ്ങൾ ഫോളോ ചെയ്യുന്ന ഗ്ലോബൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡാണ് IFRS. IFRSനെ കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇനിയും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സിന് വേണ്ടി ഡു സബ്സ്ക്രൈബ് ആൻഡ് സ്റ്റേ ട്യൂൺ.